പത്തനംതിട്ട AR ക്യാമ്പിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. കണ്ണൻ നായർ കൂടി പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കണ്ണൻ, ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? ഇപ്പോൾ ആദ്യഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം ഉള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. DIG പൂങ്കുഴിയുടെ നേതൃത്വത്തിലുള്ള ചോദ്യം ചെയ്യൽ ആദ്യഘട്ടത്തിൽ പൂർത്തിയായി. അതിനുശേഷം അല്പം ഒരു വിശ്രമത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇനിയുള്ളത് വൈദ്യപരിശോധനയാണ്. വൈദ്യപരിശോധനയ്ക്ക് അല്പം കൂടി സമയം എടുക്കുമെന്നാണ് നമുക്ക് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇപ്പോൾ വൈദ്യപരിശോധനയുടെ ഭാഗമായി ജില്ലാ ജനറൽ ആശുപത്രിയിലേക്ക് കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഏതാണ്ട് ഒരു 10 മണിക്ക് ശേഷമായിരിക്കും വൈദ്യപരിശോധനയ്ക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇവിടുത്തെ ഈ പത്തനംതിട്ട ജില്ലയിലെ മിക്ക എല്ലാ DYSPമാരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കാര്യം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിഷേധമോ മറ്റോ കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കും. മകരവിളക്ക് സീസണാണ്, അതുകൊണ്ട് തന്നെ വലിയ തിരക്കുള്ള സമയമാണ് പത്തനംതിട്ടയിൽ. അങ്ങനെ ഒരു പ്രതിഷേധത്തിനൊന്നും വഴിവെക്കാതിരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമായും രാഹുൽ വലിയ രീതിയിലുള്ള ഒരു കുടുക്കിലേക്കാണ് വീണ്ടിരിക്കുന്നത്. മുൻ 2 പരാതികൾ പോലെയല്ല ഈ പരാതി എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, തെളിവുകളുണ്ട്. ഓരോ സമയത്തും നടന്ന സംഭവങ്ങൾ. ഏപ്രിൽ മാസത്തിൽ പത്തനംതിട്ടയിലെ ഒരു ഹോട്ടലിൽ എത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. തൻ്റെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും അത് പരിഹരിക്കാൻ എന്ന വ്യാജേന തന്നിലേക്ക് കടന്നു വരികയും അതിനുശേഷം സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അത് വിവാഹ വാഗ്ദാനം നൽകി ഒരു പ്രണയത്തിലേക്ക് മാറ്റുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് യുവതിയുടെ പരാതി. യുവതി ആദ്യം മുഖ്യമന്ത്രിക്കാണ് ഇമെയിൽ സന്ദേശം അയച്ചത്. ആ സന്ദേശം SITക്ക് കൈമാറുകയായിരുന്നു. SIT കൃത്യമായി ആ കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധിച്ച ശേഷമാണ് കൃത്യമായ തെളിവുകളെല്ലാം തന്നെ അതിൽ ഹാജരാക്കിയിരുന്നു. തിരുവല്ലയിലെ ഒരു ഹോട്ടൽ തിരുവല്ലയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെയുള്ള പത്തനംതിട്ടയിലെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ഈ ലൈംഗികമായി ചൂഷണം ചെയ്തു, ബലാത്സംഗം ചെയ്തു, ഗർഭചിത്രം നടത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി. അതിനുശേഷം ക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് വിധേയാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ശേഷം ഇവർ രണ്ടുപേരും തമ്മിൽ അകർന്നു. തെരഞ്ഞെടുപ്പ് സമയമായ സമയത്ത് അവർ വീണ്ടും രാഹുൽ ആ സ്ത്രീയുടെ അടുത്തേക്ക് എത്തുകയും ഒന്നിച്ച് താമസിക്കണം, ഒന്നിച്ച് ജീവിക്കണം, പത്തനംതിട്ടയിൽ പാലക്കാട് ഫ്ലാറ്റ് വാങ്ങിക്കാമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും അതിലൂടെ പണം അപഹരിക്കാൻ ശ്രമിക്കുകയൊക്കെ തന്നെ ചെയ്തു. പണം നൽകിയതിൻ്റെ തെളിവുകൾ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ മെഡിക്കൽ രേഖകളെല്ലാം തന്നെ കൃത്യമായി ഓരോ പരാതിയിൽ ഉന്നയിക്കുന്ന ഓരോ ആരോപണത്തിനും കൃത്യമായ തെളിവുകൾ ആ അതിജീവിതം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യാമെന്നുള്ള കാര്യത്തിലേക്ക് SIT പോയത്. ആ രേഖകൾ പരിശോധിച്ച് അതീവ രഹസ്യമായി ഒരു കാരണവശാലും ആ കാര്യങ്ങൾ ചോർന്നു പോകരുത്. കാര്യം മുൻപ് 2 പരാതികളുടെ അടിസ്ഥാനത്തിലും ആ സമയത്തൊക്കെ തന്നെ രാഹുൽ അവിടെ നിന്ന് രക്ഷപ്പെടുകയും വിവിധ സ്ഥലങ്ങളിൽ ഒളിവിൽ പാർക്കുകയൊക്കെ തന്നെ ചെയ്തതാണ്. പോലീസിന് അയാളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ അങ്ങനെ രാഹുൽ ഒരു ഒളിവിൽ പോകുന്നൊരവസ്ഥയിലേക്ക് പോകരുത് എന്നുള്ള ഒരു ഒരു തീരുമാനം SITക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി ഷൊർണൂർ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘം പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് ആ രാഹുലിനെ കസ്റ്റഡി എടുക്കുന്നത്. ആദ്യം തുടക്കത്തിൽ ഹോട്ടലിലേക്ക് ചെയ്ത് ഹോട്ടലിലെ റിസപ്ഷനിലുള്ള ആൾക്കാരുടെ ജീവനക്കാരുടെയൊക്കെ തന്നെ മൊബൈൽ ഫോൺ വാങ്ങിച്ചു വെക്കുകയും അവിടുത്തെ ലാൻഡ് ഫോണിൻ്റെ ബന്ധം വിച്ഛേദിക്കുകയൊക്കെ തന്നെ ചെയ്ത ശേഷമാണ് 2002 എന്ന മുറിയിലേക്ക് എത്തുകയും ഉടൻ തന്നെ അയാളെ കസ്റ്റഡി എടുക്കുകയുമായിരുന്നു. നേരെ പത്തനംതിട്ടയിലേക്കാണ് കൊണ്ടുവന്നത്. ഇനി ഇവിടെ നടക്കാനുള്ളത് ഇപ്പോൾ ചോദ്യം ചെയ്യലാണ്. ചോദ്യം ചെയ്യലിൽ ഈ രേഖകൾ അടക്കം കാട്ടിക്കൊണ്ട് ആ ചോദ്യം ചെയ്യൽ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ചോദ്യം ചെയ്യലിൽ ഓരോ രേഖകൾ രാഹുൽ ഏതെങ്കിലും തരത്തിൽ ഈ പരാതികളിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെ ഖണ്ഡിക്കുകയാണെങ്കിൽ രേഖകൾ നിരത്തിക്കൊണ്ട് ഇത് സംഭവിച്ചതിൻ്റെ രേഖകൾ തങ്ങളുടെ പക്കലുണ്ട്, ഇത് ഇങ്ങനെയാണ് സംഭവിച്ചത്, അതിന് കൃത്യമായ തെളിവുണ്ട് എന്ന് രാഹുലിനെ ബോധ്യപ്പെടുത്തി അങ്ങനെ അയാളുടെ മൊഴി രേഖപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. അതിന് ശേഷമായിരിക്കും ഇന്ന് രാഹുലിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകുക. ഏതാണ്ട് 10 മണിക്കോട് കൂടിയായിരിക്കും വൈദ്യപരിശോധനയിലേക്ക് കാര്യങ്ങൾ കടക്കുക. അതിനുശേഷം ഇന്ന് ഞായറാഴ്ചയാണ്, കോടതി ഇല്ലാത്ത ദിവസമാണ്, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള ഒരു നടപടി. കൊട്ടാരക്കര ജയിലിലോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജയിലിലേക്കോ മാറ്റാനാണ് നിലവിൽ സാധ്യതയുള്ളത്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവിയും വ്യക്തി ജീവിതവും ഒക്കെ തന്നെ തകരുന്ന അവസ്ഥയിലുള്ള ഒരു പരാതി തന്നെയാണ്. കൃത്യമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ആരോപണങ്ങൾക്കും അക്കമിട്ടുള്ള തെളിവുകൾ കൃത്യമായി ആ പെൺകുട്ടി അതിജീവിത നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഇത്തരത്തിൽ രാഹുലിനെ കസ്റ്റഡി എടുക്കുകയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ, പോലീസ് ക്യാമ്പിൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. നേരത്തെ കുറേയേറെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ക്യാമ്പിന് പുറത്തുണ്ടായിരുന്നു. അവരെയൊക്കെ തന്നെ അകത്തേക്ക് വിളിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ DIGയുടെ നേതൃത്വത്തിൽ നൽകി. അതിനുശേഷമാണ് ഒരു സംഘം
പോലീസ് ഉദ്യോഗസ്ഥരെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ജനറൽ ആശുപത്രിയിൽ ഈ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുവരുന്ന സമയത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകരുത്, മാത്രമല്ല രോഗികളൊക്കെ ഉള്ളതാണ്, അവർക്ക് ഉണ്ടാകാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഒരു നീക്കം പോലീസിന്റെ. അതിനുശേഷം ഏതാണ്ട് 10 മണിക്ക് ശേഷമായിരിക്കും വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോവുക. പിന്നീട് ഈ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ തീരുമാനമനുസരിച്ച് ഏത് കോടതിയിലേക്കാകും മാറ്റുക എന്നുള്ളത് നമുക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. ശരി, കണ്ണൻ നായരാണ് പത്തനംതിട്ട AR ക്യാമ്പിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.